Hi all, welcome back to our channel. അപ്പോൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പൈനാപ്പിൾ ചെടികൾ ഒരേ സമയത്ത് പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എത്തിലിൻ, ഓപ്ഷൻ ബി ഓക്സിൻ, ഓപ്ഷൻ സി തൈമിൻ, ഓപ്ഷൻ ബി ജിബർലിൻ. ഇതിൽ ഏത് ഹോർമോണാണ് പൈനാപ്പിൾ ചെടികൾ ഒരേ സമയത്ത് പുഷ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ എത്തിലിനാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹ്രസ്വദൃഷ്ടി മയോപ്പിയ പരിഹരിക്കാനുള്ള ലെൻസ്. ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്, ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ്, ഓപ്ഷൻ സി സിലിണ്ടറിക്കൽ ലെൻസ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അതായത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ആമാശയം, ഓപ്ഷൻ ബി പാൻക്രിയാസ്, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി ചെറുകുടൽ. പിത്തരസം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ സി കരളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബീജസംയോജനം നടക്കാതെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയ. ഓപ്ഷൻ എ ഫാലനോഫിലി, ഓപ്ഷൻ ബി ബീജാങ്കുരണം, ഓപ്ഷൻ സി പാർത്തനോകാർപ്പി, ഓപ്ഷൻ ഡി ഡാർക്ക് റിയാക്ഷൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി പാർത്തനോകാർപ്പിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ. ഓപ്ഷൻ എ അബ്സിസിക് ആസിഡ്, ഓപ്ഷൻ ബി ഓക്സിൻ, ഓപ്ഷൻ സി ജിബർലിൻ, ഓപ്ഷൻ ഡി സൈറ്റോകൈനിൻ. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ഓക്സിൻ ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള സസ്യ ഹോർമോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത്, അതായത് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി കോശമർമ്മം, ഓപ്ഷൻ സി കോശദ്രവ്യം, ഓപ്ഷൻ ഡി കോശസ്തരങ്ങൾ. ഏതാണ് ആൻസർ വരുന്നത്? മൈറ്റോകോൺട്രിയയാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ റൈനോളജി, ഓപ്ഷൻ ബി ഡെൻറ്റോളജി, ഓപ്ഷൻ സി ഒഡൻറ്റോളജി, ഓപ്ഷൻ ഡി ഓഡിയോളജി. ഏതാണ് ആൻസർ വരുന്നത്? പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഡെൻറ്റോളജി. ഓപ്ഷൻ ബി ഡെൻറ്റോളജി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളിലെ കോശങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റ്, ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ സി സൈറ്റോപ്ലാസം, ഓപ്ഷൻ ഡി പ്രോട്ടോപ്ലാസം. ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോളാൻഡ്രിക് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ എക്സ് ക്രോമസോം, ഓപ്ഷൻ ബി വൈ ക്രോമസോം, ഓപ്ഷൻ സി ഓട്ടോസോം, ഓപ്ഷൻ ഡി ഇവയിലൊന്നുമല്ല. ഹോളാൻഡ്രിക് ജീന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൈ ക്രോമസോമിലാണ്. അച്ഛനിൽ നിന്ന് മകനിലേക്ക് ക്യാരക്ടർ പോകുന്നതാണ് എന്ത്? വൈ ക്രോമസോം. അത് അച്ഛനിൽ നിന്ന് മകനിലേക്ക് മാത്രമേ പോവുള്ളൂ. വൈ ക്രോമസോമിലാണ് ഈ ഒരു ഹോളാൻഡ്രിക് ജീൻസ് ഉള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കാഡ്മിയം മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ഇറ്റായി, ഓപ്ഷൻ സി മീനമാത, ഓപ്ഷൻ ഡി ബ്ലാക്ക് ഫ്രൂട്ട് രോഗം. ഏതാണ് കാഡ്മിയം മലിനീകരണം മൂലമുണ്ടാകുന്നത്? ഓപ്ഷൻ ബി ഇറ്റായി ആണ്. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.